നമസ്കാരം. ഇന്ന് നമ്മുടെ വീക്ക്ലി ടെസ്റ്റ് ആണ്. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ 5 ദിവസം ഈ കഴിഞ്ഞ ആഴ്ച പഠിക്കാൻ തന്ന ടൈം ടേബിൾ പ്രകാരമുള്ള 5 ദിവസത്തെ ടൈം ടേബിൾ പ്രകാരമുള്ള വീക്ക്ലി പരീക്ഷ എല്ലാവരും പഠിച്ചായിരുന്നോ? ഇന്ന് സൺഡേ ആണ്, എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് അറിയാം, എന്നാലും മാക്സിമം നിങ്ങൾ സമയം കണ്ടെത്തി റിവൈസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ടെസ്റ്റിലേക്ക് പോവാം. 20 ചോദ്യങ്ങളുണ്ടെന്ന്. ക്വസ്റ്റ്യൻ നന്നായിട്ട് തന്നെ വായിച്ചിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇതിന്റെ കട്ട് ഓഫ് 17 മാർക്കാണ്. അപ്പൊ നമുക്ക് ടെസ്റ്റിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ള മൈലിൻ ഷീറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തേത്, എല്ലാ നാഡീകോശങ്ങളുടെയും ഡെൻഡ്രോണുകൾ മൈലിൻ ഷീറ്റിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. 2, നാഡികളിൽ ശ്വാൻകോശങ്ങളാലും തലച്ചോറിലും സുഷുമ്നയിലും ഒളിഗോഡെൻഡ്രോസൈറ്റുകളാലും മൈലിൻ ഷീത്ത് രൂപം കൊള്ളുന്നു. മൂന്നാമത്തേത്, മൈലിൻ ഷീത്തിന് ഇരുണ്ട നിറമാണ് ഉള്ളത്. നാലാമത്തേത്, ആക്സോണിലൂടെയുള്ള ആവേഗങ്ങളുടെ സഞ്ചാര വേഗത കുറയ്ക്കുന്നത് മൈലിൻ ഷീത്താണ്. അപ്പൊ ഇതില് ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. ഉത്തരം എഴുതിക്കോളൂ. രണ്ട്, ചുവടെ നൽകിയിരിക്കുന്ന ധർമ്മം നിർവഹിക്കുന്ന മസ്തിഷ്ക ഭാഗം തിരിച്ചറിയുക. ധർമ്മം തന്നിരിക്കുന്നത് ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പൊ ഈ ധർമ്മം നിർവഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? എ തലാമസ്, ബി മെഡുല്ല ഒബ്ലാങ്കേറ്റ, സി ഹൈപ്പോതലാമസ്, ഡി സെറിബ്രം. 3, ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. എ, സ്റ്റേപ്പിസിന്റെ കമ്പനം കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനം. ബി, ബേസിലാർ സ്തരത്തിലെ രോമകോശങ്ങൾ ശരീര തുലനനില പാലനം. സി, 2 പ്രസ്താവനയും തെറ്റാണ്. ഡി, 2 പ്രസ്താവനകളും ശരിയാണ്. 4, ഗ്ലോക്കോമ എന്ന രോഗാവസ്ഥയിൽ കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദത്തിന് കാരണമായത് കണ്ടെത്തുക. എ, പുനരാകിരണം നടക്കാത്ത രക്തം കണ്ണിൽ ചെലുത്തുന്ന മർദ്ദം. ബി, അക്വസ് ദ്രവത്തിന്റെ രൂപപ്പെടലിൽ ഉണ്ടാകുന്ന തകരാറ്. സി, അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണത്തിൽ ഉണ്ടാകുന്ന തകരാറ്. ഡി, വിട്രിയസ് ദ്രവത്തിന്റെ ആധിക്യം. 5, താഴെ പറയുന്നവയിൽ നിന്നും ഫിറമോണുകൾക്ക് ഉദാഹരണം കണ്ടെത്തുക. എ, എഥിലിൻ, ബി, കസ്തൂരി, സി, ഓക്സിൻ, ഡി, ഗിബ്ബർലിൻ. 6, ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. TSH, ACTH, GTH, ADH. 7, താഴെ പറയുന്നവയിൽ ഇൻപുട്ട് ഉപകരണങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ബാർകോഡ് റീഡർ, സ്മാർട്ട് കാർഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ, ഇവയെല്ലാം. 8, ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്ന വ്യാപാര കേന്ദ്രങ്ങൾ മസൂലിപട്ടണം, മാഹി, പോണ്ടിച്ചേരി, ചന്ദ്രാനഗർ. ഓപ്ഷൻ നോക്കാം, ഇതില് പെടുന്നവ ഏതെല്ലാം എന്ന് നോക്കിയിട്ട് ഉത്തരം എഴുതുക. ഓപ്ഷൻ ABCD നോക്കണേ. 9, താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനകളിൽ ഉൾപ്പെടാത്തത്. എ, ഹോർത്തൂസ് മലബാറിക്കസ്, ബി, ഗോഥിക് ശൈലി, സി, സെന്റ് ഫ്രാൻസിസ് പള്ളി, ഡി, ഡച്ച് കൊട്ടാരം. 10, താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. എ, കോഴിക്കോട് നെടിയുഴിപ്പ് സ്വരൂപം, ബി, കൊട്ടാരക്കര ഇളയിടത്ത് സ്വരൂപം, സി, തിരുവിതാംകൂർ തൃപ്പാപ്പൂർ സ്വരൂപം, ഡി, വേണാട് കോല സ്വരൂപം. 11, പാഞ്ചാലി സ്വയംവരം, നരകാസുര വധം, കല്യാണ സൗഗന്ധികം മുതലായ ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? എ, കാർത്തിക തിരുനാൾ രാമവർമ്മ, ബി, മാർത്താണ്ഡവർമ്മ, സി, ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ഡി, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 12, താഴെ പറയുന്നവയിൽ നിലാവിന്റെ പര്യായപദം അല്ലാത്തത് കണ്ടെത്തുക. എ, ചന്ദ്രകാന്തം, ബി, കൗമുദി, സി, തിങ്കൾ, ഡി, ജ്യോത്സ്ന.
13 താഴെ പറയുന്നവയിൽ വീണയുടെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. വിഭജിക, വിഭഞ്ചി, വിഭഞ്ചി, വിഭജിക, വല്ലകി, വായസം. 14 സിനോണിം ഓഫ് അബാൻഡൻ. എ relinquish, ബി unclear, സി confusion, ഡി inconsistent. 15 താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക. ലേഖകൻ എന്ന് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നത്? ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതുക. 16 he practiced cricket and football regularly is a dash sentence. ഏത് സെന്റൻസ് ആ? സിമ്പിൾ ആണോ, കോമ്പൗണ്ട് ആണോ, കോംപ്ലക്സ് ആണോ, കോമ്പൗണ്ട് കോംപ്ലക്സ് ആണോ? 17 75ാമത് സന്തോഷ് ട്രോഫി ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായത് കണ്ടെത്തുക. വേദി മലപ്പുറം, വിജയികൾ, വിജയികൾ എന്നാണ്, വിജയികൾ കേരളം, ഭാഗ്യചിഹ്നം ചില്ലു എന്ന അണ്ണാറക്കണ്ണൻ. 4ാമത്തെ പ്രസ്താവന ടൂർണമെന്റിലെ താരം ജിജോ ജോസഫ്. തെറ്റായത് കണ്ടെത്താന്. 18 2021 ജനുവരിയിൽ നടന്ന 33ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട്, എറണാകുളം. 19 സംസ്ഥാനത്തെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശൂർ, കോട്ടയം, തിരുവനന്തപുരം, കോഴിക്കോട്. 20 2 + 4 + 6 + etc. + 200 is equal to. ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതുക. ഇനി നമുക്ക് ആൻസേഴ്സ് പരിശോധിക്കാവേ. ആദ്യത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ള മൈലിൻ ഷീത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ബി ആണ്. നാഡീകോശങ്ങളിൽ ശ്വാൻ കോശങ്ങളാലും തലച്ചോറിലും സുഷുമ്നയിലും ഒളിഗോഡെൻഡ്രോസൈറ്റുകളാലും മൈലിൻ ഷീത്ത് രൂപം കൊള്ളുന്നു. 2 ചുവടെ നൽകിയിരിക്കുന്ന ധർമ്മം നിർവഹിക്കുന്ന മസ്തിഷ്ക ഭാഗം തിരിച്ചറിയുക. ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. സി. 3 ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. എ ആണ് ശരിയായ ജോഡി. സ്റ്റേപ്പിസിന്റെ കമ്പനം കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനത്തിന് കാരണമാകുന്നു. 4 ഗ്ലോക്കോമ എന്ന രോഗാവസ്ഥയിൽ കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദത്തിന് കാരണമായത് കണ്ടെത്തുക. സി ആണ്. അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണത്തിൽ ഉണ്ടാകുന്ന തകരാറ്. 5 താഴെ പറയുന്നവയിൽ നിന്നും ഫിറമോണുകൾക്ക് ഉദാഹരണം ഏതാ? ബി കസ്തൂരിയാണ് ഫിറമോൺ. എഥിലിൻ, ഓക്സിൻ, ഗിബർലിൻ ഒക്കെ സസ്യ ഹോർമോണുകളാണ്. 6 ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ADH ആണ്. ബാക്കി 3 എണ്ണം TSH, ACTH, GTH ട്രോപ്പിക് ഹോർമോണുകളാണ്. ADH എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിൽ നിന്നും സ്രവിക്കുന്ന ഹോർമോണാണ് ADH, ആന്റി ഡയറൂട്ടിക് ഹോർമോൺ. ഈ TSHും ACTHും GTH ഒക്കെ പിറ്റ്യൂട്ടറിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്, അല്ലെങ്കിൽ മുൻതളത്തിൽ നിന്നും സ്രവിക്കുന്ന ഹോർമോണുകളാണ്. 7 താഴെ പറയുന്നവയിൽ ഇൻപുട്ട് ഉപകരണങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഡി ഇവയെല്ലാം. 8 ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ പെടുന്നവ? മാഹി, പോണ്ടിച്ചേരി, ചന്ദ്രാനഗർ. 2, 3, 4 ആണ്. സി. 9 താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനകളിൽ ഉൾപ്പെടാത്തത്? എ ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ സംഭാവനയാ. ഗോതിക് ശൈലി ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ്. സെന്റ് ഫ്രാൻസിസ് പള്ളി പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളിയാണ്. ഡച്ച് കൊട്ടാരം പണികഴിപ്പിച്ച് നൽകിയതും പോർച്ചുഗീസുകാരാണ്. 10 താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായ ജോഡി? ഡി വേണാട് കോലസ്വരൂപം. വേണാടിന്റെ പഴയ പേര് ചിറവാ സ്വരൂപം എന്നാണ്. കോലത്ത് നാടിന്റെ പഴയ പേരാണ് കോലസ്വരൂപം. ഇതാണ് തെറ്റായ ജോഡി. 11 പാഞ്ചാലി സ്വയംവരം, നരകാസുര വധം, കല്യാണ സൗഗന്ധികം മുതലായ ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ്. ആട്ടക്കഥകൾ രചിക്കുന്ന തിരുവിതാംകൂർ രാജാവ് ആരാ? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ആട്ടക്കഥകൾ രചിച്ചിട്ടുള്ള തിരുവിതാംകൂർ രാജാവ്. കിഴവൻ രാജ, ധർമ്മരാജ, കാർത്തിക തിരുനാൾ രാമവർമ്മ. 12 താഴെ പറയുന്നവയിൽ നിലാവിന്റെ പര്യായപദം അല്ലാത്തത്? തിങ്കളാണ്.
തിങ്കൾ എന്നാൽ ചന്ദ്രൻ എന്നർത്ഥം. ചന്ദ്രകാന്തം, കൗമുദി, ജ്യോത്സ്ന നിലാവിന്റെ പര്യായ പദങ്ങൾ. 13. താഴെ പറയുന്നവയിൽ വീണയുടെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത്. വായസം. വായസം എന്നാൽ കാക്ക എന്നർത്ഥം. കാക്കയുടെ പര്യായ പദങ്ങളാണ് വായസം. വിഭഞ്ചി, വിഭഞ്ചിക, വല്ലകി എല്ലാം വീണയുടെ പര്യായ പദങ്ങളാണ്. സിനോണിം ഓഫ് അബാൻഡൻ. അബാൻഡൻ എന്നാൽ ഉപേക്ഷിക്കുക. എ. റെലിങ്ക്വിഷ്, റെലിങ്ക്വിഷ്. ഫോർസേക്ക്, റെലിങ്ക്വിഷ്, റിനൗൺസ് എന്നൊക്കെ പറഞ്ഞ ഉപേക്ഷിക്കുക എന്ന മീനിങ് ആണ് അബാൻഡൻ. 15. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക. എ ആണ്. ലേഖകൻ ആണ് ശരി. 16. ഹി പ്രാക്ടീസ് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ റെഗുലർലി ഈസ് എ കോമ്പൗണ്ട് സെന്റൻസ്. ആൻഡ് യൂസ് ചെയ്തിട്ട് രണ്ട് മെയിൻ ക്ലോസിനെയാണ് ബന്ധിപ്പിച്ചേക്കുന്നത്. ഹി പ്രാക്ടീസ് ക്രിക്കറ്റ്, ഹി പ്രാക്ടീസ് ഫുട്ബോൾ അതിനെയാണ് ഒരുമിച്ചാക്കിയേക്കുന്നത്. ഇത് രണ്ട് മെയിൻ ക്ലോസ് ഉള്ളത് കൊണ്ട് ഇതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. 17. 75ാമത് സന്തോഷ് ട്രോഫി ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് സി ആണ്. ഭാഗ്യചിഹ്നം കുരുത്തോല കൊണ്ടുള്ള മനുഷ്യൻ പന്തുമായി കുതിക്കുന്ന ഡിസൈൻ ആണ് ഭാഗ്യചിഹ്നമായിട്ട് തിരഞ്ഞെടുത്തത്. 2021-22 സന്തോഷ് ട്രോഫിയുടെ ഭാഗ്യചിഹ്നം കുരുത്തോല കൊണ്ടുള്ള മനുഷ്യൻ പന്തുമായി കുതിക്കുന്നതാണ്. ഈ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത് VG പ്രദീപ് കുമാർ ആണ്. VG പ്രദീപ് കുമാർ. ബാക്കി പ്രസ്താവനകളെല്ലാം ശരിയാ. എവിടെ വെച്ചാ നടന്നത്? വേദി മലപ്പുറം. വിജയികളായത് കേരളം. റണ്ണറപ്പ് ബംഗാൾ ആയിരുന്നു. ടൂർണമെന്റിലെ താരമാണ് ജിജോ ജോസഫ്. ജിജോ ജോസഫ്. ടോപ്പ് സ്കോറർ ആരായിരുന്നു? TK ജസിൻ ആണ്. TK ജസിൻ. അടുത്ത ചോദ്യം. 2021 ജനുവരിയിൽ നടന്ന 33ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ഇനി 34ാമത് ശാസ്ത്ര കോൺഗ്രസ് 2022 വേദിയാകുന്നത് തിരുവനന്തപുരം മാറിവാനിയോസ് കോളേജ് ആണ്. ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ. ശ്രീ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. 19. സംസ്ഥാനത്തെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല. ബി. കോട്ടയമാണ്. അപ്പൊ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാ? തൃശ്ശൂര്. തൃശ്ശൂർ. പഠിക്കാൻ തന്ന കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ളതാ. അടുത്തത് നമുക്ക് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ അല്ലെ മാത്സിന്റെ ടോപ്പിക് ഉണ്ടായിരുന്നേ, അതിൽ നിന്നുള്ള ചോദ്യ. 2+4+6+ etc. +200 is equal to C. 10100. ഇതെങ്ങനെയാ? സം ഓഫ് ഈവൻ നമ്പേഴ്സ്. സം ഓഫ് n ഈവൻ നമ്പേഴ്സ് എടുത്താൽ മതി. സം ഓഫ് n ഈവൻ നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n into n+1. n into n+1. ഇവിടെ n എത്രയാ? n എന്ന് പറയുന്നത് 2 മുതൽ 200 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 100 ഈവൻ നമ്പേഴ്സ് ആണ് 2 മുതൽ 200 വരെ ഉള്ളത്. അപ്പൊ n-ന്റെ വാല്യൂ 100. അപ്പൊ ഇക്വേഷനിൽ ഇട്ടാൽ മതി 100 into n+1 എന്ന് പറയുമ്പോൾ 100+1 101. എത്ര കിട്ടും? 10100 എന്ന് കിട്ടും. ഇതാണ് ഉത്തരം. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ വീക്ക്ലി റിവിഷൻ ടെസ്റ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൂടുതലും ഞാൻ പ്രസ്താവന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പരമാവധി എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി എക്സാംസ് എഴുതണം. പിന്നെ കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ പഠിച്ച ഓരോ ടോപ്പിക്സിന്റെയും മോക്ക് ടെസ്റ്റ് കിട്ടുവാണെങ്കിൽ അതും പ്രാക്ടീസ് ചെയ്തോളാം. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. ഞാനിപ്പോൾ ടോപ്പിക്കിൽ ഇട്ടില്ലെങ്കിൽ കൂടി ഒരു ദിവസം ഒരു ടോപ്പിക് കഴിഞ്ഞ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് വേറെ വർക്കുകൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. അതൊക്കെ നിങ്ങളും കൂടെ എഫേർട്ട് ഇട്ട് അതുകൂടി ചെയ്തോണം. ഓക്കെ. പിന്നെ മാർക്ക് എത്ര കിട്ടിയെന്ന് താഴെ ഒന്ന് പറയണേ. 17 കട്ട് ഓഫ്. 17 മാർക്കിൽ കുറവുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എടുത്തങ്ങ് റിവൈസ് ചെയ്തോളാം. അപ്പൊ നാളെ ഡേ 6 ആണ്. നാളത്തെ ടോപ്പിക്സ് പുറകെ വരും. റെഡി ആയിട്ടിരിക്കാം. വീണ്ടും കാണാം. താങ്ക് യു.